eyes getting heavy, knees feeling weak. Darling, I'm empty when you're not here with me. Run it back, you can go again. Pull me close to the tiny bits and save your tears for another day. 'Cause I'm calling out, and you know that I'll be standing in the streets where you talk to me. I just wanna be in your company, wrapped in a towel right in front of me. I just want you here when I fall asleep. Just want you when I fall asleep. Just want you when I fall asleep. Getting heavy, knees feeling weak. Darling, I'm empty when you're not here with me. Talk to me. I just wanna be in your company, wrapped in a towel right in front of me. I just want you here when I fall asleep. Be standing in the streets where you talk to me. I just wanna be in your company, wrapped in a towel right in front സമാധാനം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപത്തിൽ ഇടയാക്കരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. തൂക്കത്തിന് പുസ്തകത്തിലുള്ള വായന 4-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ. മകനെ, ജീവിതകാലം മുഴുവൻ നമ്മുടെ ദൈവമായ കർത്താവിനെ ഓർക്കുക. ഒരിക്കലും പാപം ചെയ്യുകയോ അവിടുത്തെ കൽപ്പന ലംഘിക്കുകയോ അരുത്. ജീവിതകാലം മുഴുവൻ നിന്റെ പ്രവർത്തികൾ നീതിനിഷ്ഠമായിരിക്കട്ടെ. അനീതി പ്രവർത്തിക്കരുത്. നിന്റെ പ്രവർത്തികൾ നീതിനിഷ്ഠമായിരുന്നാൽ എല്ലാ ചെയ്തികളിലും നിനക്ക് ഐശ്വര്യം കൈവരും. നീതിനിഷ്ഠയോടെ ജീവിക്കുന്നവർക്ക് നിന്റെ സമ്പാദത്തിൽ നിന്ന് ദാനം ചെയ്യുക. ദാനധർമ്മം ചെയ്യുന്നതിന് മടി കാണിക്കരുത്. പാവപ്പെട്ടവൻ്റെ നിന്ന് മുഖം തിരിച്ചു കളയരുത്. അപ്പോൾ ദൈവം നിന്നിൽ നിന്ന് മുഖം തിരിക്കുകയില്ല. സമ്പത്ത് കയറുമ്പോൾ അതനുസരിച്ച് ദാനം ചെയ്യുക. കുറച്ചുള്ളവെങ്കിൽ അതനുസരിച്ച് ദാനം ചെയ്യാൻ മടിക്കരുത്. ദാരിദ്ര്യകാലത്തേക്ക് ഒരു നല്ല സമ്പാദ്യം നേടിവെക്കുകയായിരിക്കും നീ അതുവഴി ചെയ്യുന്നത്. എന്നാൽ ദാനധർമ്മം മൃത്യുവിനെ രക്ഷിക്കുകയും അന്ധകാരത്തിൽപ്പെടുന്നതെന്ന് കാത്തുരക്ഷിക്കുകയും ചെയ്യുന്നു. ദാനധർമ്മം അത്യുന്നതത്തിൽ വിശിഷ്ടമായ കാഴ്ചയാണ്. എല്ലാത്തരം അധാർമികതയിൽ നിന്നും നിന്നെ കാത്തുകൊള്ളുക. നിന്റെ പൂർവികരുടെ ഗോത്രത്തിൽ നിന്ന് മാത്രം ഭാര്യയെ സ്വീകരിക്കുക. അന്യജനതകളിൽ നിന്ന് വിവാഹം ചെയ്യരുത്. നാം പ്രവാചകന്മാരുടെ സന്തതികളാണ്. മകനെ, നമ്മുടെ പൂർവ്വപിതാക്കന്മാരായ നോഹ, അബ്രാഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരെല്ലാം ഞങ്ങളുടെ ചാർച്ചക്കാരുടെ ഇടയിൽ നിന്നാണ് ഭാര്യമാരെ തിരഞ്ഞെടുത്തത് എന്ന കാര്യം നീ അനുസ്മരിക്കണം. സന്താനങ്ങൾ വഴി അവർ അനുഗ്രഹീതരായി അവരുടെ പിൻതലമുറദേശം അവകാശമാക്കും. അതിനാൽ മകനെ, നിന്റെ സഹോദരന്മാരെ സ്നേഹിക്കുക. നിന്റെ ചാർച്ചക്കാരിൽ നിന്ന്, നിന്റെ ജനത്തിൽ നിന്ന്, മക്കളിൽ നിന്ന് ഭാര്യയെ സ്വീകരിക്കാതെ അവരെ നിന്ദിക്കരുത്. അഹങ്കാരം വിനാശം, അരാജകത്വം വരുത്തും. അലസത നാശത്തിനും പട്ടിണിക്കും നിദാനമാകുന്നു. കാരണം അലസതയാണ് ദാരിദ്ര്യത്തിന്റെ മാതാവ്. ആദിയിൽ ദൈവം മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിക്കുകയും പരസ്പരമണിയും തുടങ്ങിയമാക്കി കുടുംബ ജീവിതത്തിലേക്ക് പിടിച്ചുയർത്തുകയും ചെയ്ത സർവ്വശക്തനായ ദൈവമേ, അങ്ങനെ ഞങ്ങളെ ആരാധിക്കുകയും
ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ന് വിവാഹം എന്ന വിശുദ്ധ കൂദാശ സ്വീകരിച്ച് കുടുംബജീവിതം ആരംഭിക്കുവാൻ തയ്യാറായി പുറപ്പെടുന്ന ഞങ്ങളുടെ ഈ മകനെ അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ ആത്മാവിനെയും പരസ്പര വിശ്വസ്തയോടും സ്നേഹത്തോടും കൂടെ പങ്കുവെച്ച് ചെയ്ത് സമാധാനപൂർണ്ണമായ കുടുംബജീവിതം നയിക്കുവാൻ ജീവിതാസനെ അനുഗ്രഹിക്കണമേ. അമ്മേ, മാതാവേ, വിശുദ്ധ പിതാവേ, തിരുകുടുംബത്തെ പോലെ ഇവരുടെ കുടുംബവുമായി തിരുവാൻ തിരുകുമാരനോട് പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവുമത്തിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ ഉണ്ടാകുന്നു. ശരീരമാകുന്നു. Finally, she came along, broke the spell and set me free. Pushed aside what used to be. Oh, the broken-hearted man that once was me. I never gave it up, I always believe. When she's in my arms, I know what I achieve. So hear me, loneliness, I'm giving up on you. I don't need you anymore, I found what I've been looking for. So hear me, emptiness, I got no room for you. I finally found what I've been dreaming of, someone to love. Hey, 'cause I was lost, I was down and out, until that day I knew what my life was all about. Still wonder how she came my way. She's the reason I'm smiling here today. So hear me, loneliness, I'm giving up on you. I don't need you anymore, I found what I've been looking for. So hear me, emptiness, I got no room for you. I finally found what I've been dreaming of, someone to love, to hold, to be my inspiration, someone to touch, to cherish for life. So hear me, loneliness, I'm giving up on you. I don't need you anymore, I found what I've been looking for. So hear me, emptiness, I got no room for you. I finally found what I've been dreaming of, someone to love, someone to love. Oh, baby. So hear me, emptiness, I got no room for you. I finally found what I've been dreaming of. No, I finally found what I've been dreaming of, someone to love. Hey, someone to love. Lost in the moment, picture frame, pull me in focus. Not the same, so why don't I know who I'm meant to be? I
ഇസ്രായേലിൻ പ്രിയജനമായി ആദിയിലുടമ്പടി ചെയ്തു ഞാൻ. ഇസ്രായേലിൻ പ്രിയജനമായി ആദിയിലുടമ്പടി ചെയ്തു ഞാൻ. ജീവിതകാലം കൃപയോടെ വാഴാൻ വിശ്വസ്തമാ ബലിയാകാം. ജീവിതകാലം കൃപയോടെ വാഴാൻ വിശ്വസ്തമാ ബലിയാകാം. മാലാഖമാർ പാടുന്ന സമയം തിരുസഭയിൽ നവഗീതമായി ക്രിസ്തുവിലുടമ്പടി ചെയ്തിടുമ്പോൾ, തിരുസഭയിൽ നവഗീതമായി ക്രിസ്തുവിലുടമ്പടി ചെയ്തിടുമ്പോൾ, ദാമ്പത്യവല്ലരി പൂവണിയാൻ സ്നേഹത്തിൻ കൂദാശയാകാം. ദാമ്പത്യവല്ലരി പൂവണിയാൻ സ്നേഹത്തിൻ കൂദാശയാകാം. മാലാഖമാർ പാടുന്ന സമയം, സ്വർഗം തുറക്കുന്ന സമയം. സ്നേഹമുള്ളവരെ, നമുക്ക് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണിത്. പ്രിയപ്പെട്ട ജസ്റ്റിനും ഡാനിമോളും വിവാഹം എന്ന പരിശുദ്ധമായ കുദാശ സ്വീകരിക്കുവാൻ വേണ്ടി പരിശുദ്ധമായ ഈ ദേവാലയത്തിൽ അണഞ്ഞിരിക്കുകയാണ്. അവരോടൊപ്പം അവരുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ, മാതാപിതാക്കൾ, ജോയിച്ചേട്ടനും സാലിച്ചേച്ചിയും ചാലിശ്ശേരിയിലെ കുടുംബാംഗങ്ങൾ, അതോടൊപ്പം ജെയിംസ്, ഷേർലി, പുളിയാന്തളത്തിൽ കുടുംബാംഗങ്ങൾ, വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഇടവകളിൽ നിന്നും ഇവിടെ വിവാഹം കുദാശയിൽ പങ്കെടുക്കുവാനെത്തിയിരിക്കുന്ന നിങ്ങളെല്ലാവരെയും തെല്ലിത്തോട് സെൻറ്റ് ജോസഫ് കനാനായ കത്തോലിക്ക ഇടവക ദേവാലയത്തിലേക്ക് ഇവിടെയുള്ള എല്ലാ വിശ്വാസികളുടെയും പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. ഈ തിരുക്കർമ്മങ്ങളിൽ ആദ്യം മുതൽ അവസാനം വരെ സജീവമായി പങ്കെടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവരുടെ വിവാഹ ജീവിതം നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് പോലെ മാതൃകാപരമായ ഒരു ക്രൈസ്തവ കുടുംബമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. രണ്ടു പേർക്കും വിവാഹ ജീവിതത്തിൻ്റെ ആശംസകൾ വളരെ സ്നേഹത്തോട് നേരുന്നു. ഡാനിമോളെ പരിചയമില്ല, പക്ഷേ മറ്റുള്ളവർ പറഞ്ഞ്, ഇവിടെ വന്നിട്ടുള്ളവരൊക്കെ പറഞ്ഞുള്ള വലിയ പരിചയം, ജസ്റ്റിൻ ഉൾപ്പെടെ പറഞ്ഞുള്ള പരിചയം, അങ്ങനെ പരിചയപ്പെട്ടു വരികയാണ്. ജസ്റ്റിനെ ഞാനിവിടെ വന്ന നാളെ മുതലുള്ള പരിചയമുണ്ട്. എല്ലാ കാര്യത്തിലും KCYL പ്രസിഡന്റ് സ്ഥാനം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്ന, അൾത്താരിൽ കഴിഞ്ഞ ആഴ്ചയിലും ശുശ്രൂഷയായിരുന്നു, ധൂമക്കുറ്റി എടുത്തുകൊണ്ട്, അങ്ങനെ എല്ലാ കാര്യത്തിലും വളരെ സജീവമായിട്ട് ഏത് ജോലിയും ചെയ്യാനായിട്ടുള്ള സന്നദ്ധത. അങ്ങനെ പള്ളിയും സമുദായവുമൊക്കെ ആയിട്ട് അടുത്ത് നിൽക്കുന്ന രണ്ടുപേരുടെ വിവാഹമാണ്. ഇവരുടെ വിവാഹ ജീവിതം സന്തോഷകരമാകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ബഹുമാനപ്പെട്ട ഷിജോ അച്ഛൻ, ജോഷി അച്ഛൻ, എല്ലാവരെയും തിരുക്കർമ്മങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്നേഹത്തോടുകൂടി ഈ പരിശുദ്ധ കുദാശ പരികർമ്മം ചെയ്തുകൊണ്ട് ഇവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലി അർപ്പിക്കാം.
ലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. ഭൂമിയെന്നും ശാന്തി പ്രത്യാശയുമെന്നേ അത്യുന്നതമാ സുലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. ഭൂമിയെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും അത്യുന്നതമാ സർലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. ഭൂമിയെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മാതൃത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടന്മാരോട് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതനായി ഹൃദയ ഐക്യത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ കൂദാശി യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും. എന്റെ പുത്രി ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. രാജ്യത്തിനെല്ലാം ആന്തരികമാകുന്നു, അവരുടെ മേലിനെ പൊന്നുപൊതിഞ്ഞതാകുന്നു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവരുടെ സുഹൃത്തിനായി രാജ്യകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളിഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുളുകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സിഹോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കുമാമേൻ. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു.
സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്വത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചുകൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥായ നീക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നരുളി ചെയ്ത മിശിഹ നമുക്ക് മാർഗ്ഗദീപമായിരിക്കട്ടെ. സർവ്വാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാവിനയോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. നിത്യമോന്നതമാ ഉത്ഥാനം നീയരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങൾ എപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. ആമേൻ. അവന് മനുഷ്യൻ എന്തു പേരിടുമെന്ന് അറിയാൻ അവിടുന്ന് അവനെ അവന്റെ മുമ്പിൽ കൊണ്ടുവന്നു. മനുഷ്യൻ വിളിച്ചത് അവന്റെ പേരായി തീർന്നു. എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും വയലിലെ മൃഗങ്ങൾക്കും അവൻ പേരിട്ടു. എന്നാൽ തനിക്കിണങ്ങിയ തുണിയെ കണ്ടില്ല. അതുകൊണ്ട് ദൈവമായ കർത്താവ് മനുഷ്യനെ ഭാരവൃത്തിയിലാഴ്ത്തി. ഉറങ്ങിക്കിടന്ന അവന്റെ വാരിയലുകളിലൊന്ന് എടുത്തതിനു ശേഷം അവിടെ മാംസം കൊണ്ട് മൂടി. മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയല് കൊണ്ട് അവിടുന്ന് ഒരു സ്ത്രീക്ക് രൂപം കൊടുത്തു. അവളെ അവന്റെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ഒടുവിലില്ല എന്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും നരകത്തിൽ നിന്ന് എടുക്കപ്പെട്ടത് കൊണ്ട് നാദി എന്ന് വിളിക്കപ്പെടും. അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഒറ്റ ശരീരമായി തീരും. അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശബ്ദവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും.
ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും വചനമനുസരിക്കാൻ പ്രായങ്ങളുണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് അറിയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവ്വവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് പോലെയാണ് ഇത് സാധ്യമാവുക. ബാഹ്യമൊഴികളായ പിന്നിയ പൊടിയോ സ്വർണ്ണാഭരണങ്ങളോ വിശേഷവസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അക്ഷരങ്ങളും ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്ന വിശുദ്ധ സ്ത്രീകൾ ഭൂമിപ്രകാരമാക്കുകയും ഭർത്താക്കന്മാർക്കെതിരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാഹത്തെ ആദായം വിളിച്ചുകൊണ്ട് അനുസരിച്ചിട്ടുള്ളൂ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. നിങ്ങൾ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യയോട് ജീവിക്കും. സ്ത്രീ വേദന മാത്രമാണെങ്കിലും ജീവിതമായി പഠിക്കുകയും തുല്യ അവകാശം തരികയും അവളുടെ ബഹുമാനം കാണിക്കുകയും നമ്മുടെ കർത്താവായ യേശുവിന്റെ സ്തുതി. ആമോദം നാം പാടിടാം, ഹല്ലേലൂയ പാടിടാം, മധുരിതമാശി സ്തുതിയും മാനസമലരിൽ നിറയുന്നു, മാനസമലരിൽ സാമോദം നാം പാടിടാം, ഹല്ലേലൂയ പാടിടാം, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായുടെ സ്തുതി. 2-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ എന്നവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളിനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരുമോ? എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. പ്രിയപ്പെട്ട ജസ്റ്റിൻ, ഡാനിമോൾ, ബഹുമാനപ്പെട്ട വൈദികരെയും ജസ്റ്റിൻ്റെയും ഡാനിമോളുടെയും മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ, ജസ്റ്റിനും ഡാനിമോളും മിശിഹായുടെ കൽപ്പനയനുസരിച്ച്, തിരുസഭയുടെ നടപടിക്രമങ്ങളനുസരിച്ച് വിവാഹമെന്ന കൂദാശയിൽ നന്നായി തീരുമ്പോൾ സ്വർഗവും സ്വർഗസ്മായ പിതാവും സന്തോഷിക്കുന്നു. ആ കൂടെ നമുക്ക് ഓരോരുത്തർക്കും സന്തോഷിക്കുകയും ഇവർക്ക് എല്ലാവിധ ആശംസകൾ നേരുകയും
ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ജസ്റ്റിനും ഡാനിമോളും വളരെ നാളത്തെ ഒരുക്കത്തിന് ശേഷമാണ് ഇന്ന് ഈ ദേവാലയത്തിൽ വന്നിരിക്കുന്നത്. ഞങ്ങൾ ഏകദേശം എത്ര നാളായിട്ട് ഈ വിവാഹത്തിനൊരുങ്ങുന്നു? 1 വർഷം. എന്നാൽ പ്രിയപ്പെട്ട ജോയ് ചേട്ടനും സാരി ചേച്ചിയും ജെയിംസ് ചേട്ടനും ഷേർലി ചേച്ചിയുമൊക്കെ വർഷങ്ങളായിട്ട് ഈ വിവാഹത്തിന് ഒരുങ്ങുകയാണ്. സാരി ചേച്ചിയുടെയും ഷേർലി ചേച്ചിയുടെയും ഉദരത്തിൽ നിങ്ങൾ ഒരു വായ്പൾ മുതൽ അവരാഗ്രഹിക്കുന്ന ഒരു ദിവസമാണ് ഇങ്ങനെ ദേവാലയത്തിൽ വന്നിരുന്ന് മക്കളുടെ കല്യാണം കൂടണമെന്ന്. ഒത്തിരിയേറെ ആളുകൾ ഈ കല്യാണത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് നല്ല കൂട്ടും ഗൗണമൊക്കെ ഇട്ട് ഈ ദേവാലയത്തിൽ വന്നിരുന്ന് ഈ വിവാഹത്തിൽ എത്തിച്ചേരുവാനായിട്ട് എനിക്ക് സാധിക്കുന്നത്. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷയാണ് നിങ്ങൾ നന്നായി ഒരുങ്ങി. ഞങ്ങളെല്ലാവരും അതിന് നിങ്ങളെ സഹായിച്ചു. ഇനി പന്ത് നിങ്ങളുടെ കോർട്ടിലാണ്. നിങ്ങൾ ഈ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കണം. നാളുകളായിട്ട് എൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളും സുഹൃത്തുക്കളും സഭയും മറ്റെല്ലാ ആളുകളും ഒരുങ്ങിയത് അത് നിഷ്ഫലമായിട്ടില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ അത് അർത്ഥപൂർണമായി തീർന്നുവെന്ന് കാണിച്ചു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ബൈബിൾ നമ്മുടെ കല്യാണത്തെ പറ്റി വളരെ ഭംഗിയായിട്ട് അവതരണം നടത്തിയിട്ടുണ്ട്. നമ്മൾ 1-ാമത്തെ വായനയിൽ വായിച്ചു കേട്ടു. ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു, അവരെ ഒന്നുചേർന്ന് ജീവിക്കുവാനായിട്ട് അനുവദിച്ചു. എന്നിട്ട് അവസാനം പറയുകയാണ്, സ്ത്രീയും പുരുഷനും ഒന്നായി തീരുമ്പോൾ തന്നെ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് തൻ്റെ ജീവിത പങ്കാളിയോട് ചേർന്ന് ജീവിക്കുന്നുവെന്ന് പൗലോസ് ശ്ലീഹ വീണ്ടും പറഞ്ഞു വയ്ക്കുന്നത്, തിരുസഭ തൻ്റെ മണവാളനായ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നത് പോലെ ഓരോ ഭാര്യമാരും നിങ്ങളുടെ ഭർത്താക്കന്മാരെ സ്നേഹിക്കണം. ഈശോ എങ്ങനെയാണ് തിരുസഭയെ സ്നേഹിച്ചത്, അതുപോലെ തന്നെ ഓരോ ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കണമെന്ന്. പ്രിയപ്പെട്ട ജസ്റ്റിൻ, ഡാനിമോൾ, നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം, ബഹുമാനിക്കണം, സഹായിക്കണം. തീർച്ചയായിട്ടും 2 സാഹചര്യങ്ങളിൽ 2 ജീവിത ശൈലിയിൽ ജനിച്ചു വളർന്നവരാണ് നിങ്ങൾ. ഇനി മുതൽ നിങ്ങൾ ഒന്നിച്ച് ജീവിക്കുമ്പോൾ വ്യത്യസ്തമായ ആശയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. പക്ഷേ ആ ആശയങ്ങളെ ഒന്നിച്ച് ചേർന്ന് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. കല്യാണമൊക്കെ ആകുമ്പോൾ ഒത്തിരിയേറെ ആളുകൾ നിങ്ങൾക്ക് ധാരാളം ഉപദേശങ്ങൾ തന്നിട്ടുണ്ടാകും അല്ലേ? അതിനകത്ത് കൂടുതൽ ആളുകളും പറഞ്ഞിരിക്കുന്നത് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാകും, പക്ഷേ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണമെന്നായിരിക്കും. ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യരുത്. പേടിക്കേണ്ട കേട്ടോ, കാരണന്മാർ പേടിക്കേണ്ട, വടക്കുണ്ടാക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ പരസ്പരം അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. പരസ്പരം നിങ്ങൾ മനസ്സിലാക്കി ജീവിച്ചാൽ, എന്തുകൊണ്ടാണ് ജസ്റ്റിൻ എന്നോട് ഈ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത്, അല്ലെ എന്തുകൊണ്ടാണ് ഡാനിമോൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു ഉദാഹരണത്തിന്, സാധാരണ രീതിയിൽ ഒരു കല്യാണ ചെറുക്കൻ ഇവിടെ അടുത്താലേ കയറി നിന്ന് ബൈബിളൊന്നും വായിക്കാറില്ല. അപ്പോൾ ചിലപ്പോൾ ഡാനിമോൾക്ക് അതിനകത്ത് വ്യത്യസ്തമായ അഭിപ്രായമാണ്. പക്ഷേ ഈ ജീവിതകാലം മുഴുവനും ഇത്രയും നാൾ ഈ അൾത്താരയിൽ ദേവാലയ ശുശ്രൂഷയായിട്ട് കുർബാനയ്ക്ക് കൂടിക്കൊണ്ട് ധൂപുകുറ്റി എടുത്തുകൊണ്ട് ഇവിടെ ലേഖനം വഹിച്ചുകൊണ്ടിരുന്ന ജസ്റ്റിൻ്റെ ആഗ്രഹമാണ് തൻ്റെ കല്യാണത്തിനും അത് ചെയ്യണമെന്നത്. അതിനോട് ഡാനിമോളത് മനസ്സിലാക്കി പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷത്തോടെ അത് സ്വീകരിക്കുമ്പോഴാണ് ജീവിതം സന്തോഷകരമാകുന്നത്. അതുപോലെ ഒത്തിരിയേറെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിട്ട് ഡാനിമോളെ വളർത്തിക്കൊണ്ടുവന്ന മാതാപിതാക്കൾ നല്ല കാര്യങ്ങൾ ഡാനിമോളെയും പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ആ കാര്യങ്ങൾ പൂർണ്ണ മനസ്സോടെ സന്തോഷത്തോടെ മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് നിങ്ങൾ നല്ല മാതൃക ദമ്പതികളായി മാറുന്നത്. ഇന്നത്തെ സുവിശേഷത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞ് തീർന്നു പോയത്. അവിടെയുള്ളവർ നല്ല കുടിയന്മാരായതുകൊണ്ടല്ല തീർന്നു പോയത്, അത് ഒരു അബദ്ധം അവർക്ക് സംഭവിച്ചതായിരിക്കാം. നമുക്കറിയാം, ഒരു ജൂവിഷ് വെഡിങ് എന്ന് പറയുമ്പോൾ ഏകദേശം 1 വർഷത്തോളം സമയം അതിനുണ്ട്. കല്യാണം ഉറപ്പിച്ചു, പിന്നീട് പെണ്ണുങ്ങളുടെ വീട്ടിൽ പോയി അവിടെയുള്ള ഒത്തുകല്യാണം പോലെ ചടങ്ങ് നടത്തുന്നു. അതിനുശേഷം 1 വർഷം സമയമെടുത്താണ്
അവര് തങ്ങളുടെ വിവാഹം പൂർത്തിയാക്കുന്നത്. അപ്പോൾ ധാരാളം സമയം അവർക്കുണ്ടായിരുന്നു ആളുകളെ വിളിക്കുവാനായിട്ട്, കൃത്യമായിട്ട് കണക്കുകൾ എടുക്കുവാനായിട്ട്, എത്രമാത്രം സാധനങ്ങൾ ആവശ്യമുണ്ടെന്നൊക്കെ കരുതുവാനായിട്ട്. പക്ഷേ അത്രയേറെ ഒരുക്കങ്ങൾ നടത്തിയിട്ടും അത്രയേറെ സമയം ലഭിച്ചിട്ടും മാനുഷികമായ ഒരു കുറവ് അവിടെ സംഭവിച്ചു പോയി. അതാണ് വീഞ്ഞു തീർന്നു പോയത്. പക്ഷെ അവരുടെ കുറവിനെ മനസ്സിലാക്കുവാനായിട്ട് അവരുടെ വിവാഹ വിരുന്നിൽ പങ്കെടുത്ത ഈശോ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ അനുസരിക്കുവാനായിട്ട് അവർ തയ്യാറായി എന്നുള്ളതാണ്. നമ്മൾ മാനുഷികമായി ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ വീഞ്ഞ് തീർന്നിരിക്കുമ്പോൾ ആ വീഞ്ഞിന്റെ ഭരണിയിലേക്ക് വെള്ളം കോരി നിൽക്കാൻ പറഞ്ഞ് നമ്മൾ പറയും ഇങ്ങനെ എന്നാ പൊട്ടത്തിലാ പറയണേന്ന്. പക്ഷേ അത് ഈശോയാണ്. ആ വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റുവാനായിട്ട് ഈശോയ്ക്ക് സാധിക്കുമെന്ന് ഉറച്ച ബോധ്യം അവർക്ക് ഉള്ളത് കൊണ്ടാണ് ഈശോ പറഞ്ഞ കാര്യങ്ങൾ അവർ അനുസരിച്ചത്. പരിശുദ്ധ അമ്മ അവർക്ക് വേണ്ടി മാധ്യസ്ഥ ഉപേക്ഷിക്കാൻ ഉണ്ടായതും ഈശോ പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കാൻ അവർ തയ്യാറായതും അവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതത്തിന് സാക്ഷ്യം വഹിക്കാനായിട്ട് സാധിച്ചു. പ്രിയപ്പെട്ട ജസ്റ്റിൻ ഡാനിയപ്പോൾ, നിങ്ങളുടെ ജീവിതം മുമ്പോട്ട് പോകുമ്പോൾ ആപത്ത് ഘട്ടങ്ങളിൽ നിങ്ങളെ സഹായിക്കുവാനായിട്ട് ധാരാളം നല്ല സുഹൃത്തുക്കളും കുടുംബ ബന്ധുക്കളും ഒക്കെ ഉണ്ടാകട്ടെ. അതോടൊപ്പം തന്നെ ദൈവത്തിനും ദേവാലയത്തിനുമൊക്കെ ജീവിതത്തിൽ നല്ല സ്ഥാനങ്ങൾ കൊടുത്ത് മുമ്പോട്ട് പോകുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവാശ്രയ ബോധത്തിൽ വളർന്നുവരുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് നല്ല ജീവിത മാതൃക തന്നിട്ടുണ്ട്. സഭയോടും സമുദായത്തോടുമൊക്കെ ചേർന്ന് നിന്നാണ് അവർ ജീവിച്ചതും നിങ്ങളെ വളർത്തിയതും. പ്രിയപ്പെട്ട മാതാപിതാക്കൾ അവരുടെ ജീവിതത്തിൻ്റെ പാറ്റേൺ ഇപ്പോൾ നിങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഒരു റിലേ മത്സരത്തിൽ ഒരു മത്സരാർത്ഥിൽ നിന്ന് അടുത്ത മത്സരാർത്ഥി ഏറ്റുവാങ്ങുന്നതുപോലെ നിങ്ങളത് ഏറ്റുവാങ്ങിക്കൊണ്ട് സഭയോടും സമുദായത്തോടും ഒക്കെ ചേർന്ന് നിന്ന് ജീവിക്കുവാനായിട്ടും ദൈവം നിങ്ങളുടെ ജീവിതത്തിലെ വലിയ രീതിയിൽ നൽകുന്ന മക്കളെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് അവരെയും വിശ്വാസം വളർത്തുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. ഞങ്ങളെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഈ വധൂവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങിവിടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങിവിടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങിവിടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളേവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. പ്രിയ സഹോദരരെ, ഈ വധൂവരന്മാർ വിവാഹം എന്ന കൂദാശയാൽ ബന്ധിതരാകാൻ പോകുന്നു. ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന് ജീവിത സഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകുവാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി എന്നിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ശരീരങ്ങൾ സ്ത്രീധനമായി നിന്നിലഭിക്കാൻ സ്വയമേവം കുരിശിൽ ഈശോയുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ദാനിമോളെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു.
ദാനിമോ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോട് പൂർണ്ണമായ സമ്മതത്തോടു കൂടി ജസ്റ്റിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷിയാണ്. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കും. അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിൻ്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ യേശു മിശിഹ നിങ്ങളെ വിവാഹത്തിൽ എത്തിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. താലി വെച്ചിരിപ്പ് കുരിശ് മന്നമ്പടി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധൂവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിൻ്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇതിവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. ആമേൻ. മോതിരം വെച്ചിരിപ്പ് കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മന്ത്രകോടി വെഞ്ചരിപ്പ് കൃപാവരത്തിൻ്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവെ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയിൽ മഹത്വത്തിൻ്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവെ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിൻ്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ആമേൻ. സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോട് ചേർക്കാൻ കല്യാണരൂപനാം യേശുനാമത്തിൽ കരുണാവർഷം പൊഴിയുന്നു. യേശുപിതാവ് കന്യാവികയും ഓമേസുതനാമീശോയും കുടുംബമാം യാഗവേദിയിൽ അർപ്പണം ചെയ്യാൻ കുടുംബമാകാൻ ബാബുകൾ നേരുന്നിതാ, ബാബുകൾ നേരുന്നിതാ.
ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരരെ, നിങ്ങൾ തനികൊലിച്ച് ആശീർവാദം സ്വീകരിക്കുകയും സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങൾക്ക് ഭരണകർത്താവും സംരക്ഷകരുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളെ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ആമേൻ. Maria Nicolun Miskini Unisabu Paguli Demsiha Vadumi Kira Harimad Vehakudasa Udriham Sava Udriham Sava Ulini Saruni Pampara Hilam Pauli Kandis 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 Maria Ara ഓലാത്മജനും ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നും ആരോസേപ്പിനെയും സാധകമോർത്തിടാ പാവനമിൻ പേരിൽ പാടിയിടത്തെ ആമേനാമേ മത്തോമായേയും നമ്മുടെ കൂടെ ബലവാന കർത്താവിന്റെ രാജാവാം ദൈവം നമ്മോടത്തിൽ യാക്കോബിൻ ദൈവം നമ്മുടെ തുണയും ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു.
ഇവിടെ കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ മേൽ അങ്ങിവിടെ കാരുണ്യത്തിന്റെ ബലം കൈ നീട്ടണമേ. അങ്ങിവിടെ സംരക്ഷണത്തിന്റെ തണലിൽ ഇവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറായെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച് അങ്ങയുടെ പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. കർത്താവായ മിശിഹായി ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും തിരുകുടുംബത്തിന്റെ നായകനായ മാർസിപ്പിന്റെയും മാധ്യസ്ഥം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. ആമേൻ. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായ മനുഷ്യരെ സൃഷ്ടിക്കുകയും
സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹമെന്ന കൂദാശയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായി സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ ജീവിതം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യ നേരത്ത് സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെ ഈ തിരുക്കർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. Bye.
Subhanashma Dharma Priya Min koi tumi bermaria Udruhal ruhar kudchan negdale alayko Ubaisha bagabhol lala I used to count the stars in the sky. Now I count the ones in your eyes. I used to think that my paradise was somewhere waiting on the other side. But you take me higher than I've been, laying hands on my skin. It's true. Ooh, nothing compares to you. So tell me why good is life if we're all just waiting to dance in the sky? I'm already there, here in your eyes. We climb the gates every time that you lie down next to me. I rest in peace. They say it's better, but how could that be? If everyone had a love like us, they wouldn't call that place above heaven. Waking up to you feels like a pinch myself moment. If we're only here for a while, I wanna spend all of it holding you. Take me higher than I've been, got me questioning everything I knew. 'Cause nothing compares to you. So tell me why good is life if we're all just waiting to dance in the sky? I'm already there, here in your eyes. We climb the gates every time that you lie down next to me. I rest in peace. They say it's better, but how could that be if everyone had a love like
വന്നല്ലോ കർപ്പൂരപ്പന്തലില് പുഞ്ചിരിച്ച് പുത്തനൊളി പരത്തി അഞ്ജനവും കസ്തൂരിയും നിരത്തി ചമയിച്ചു നല്ല ചന്തം വരുത്തി വെള്ളയും കരിമ്പടവും തിരുത്തി പെണ്ണവളെ മങ്കമാർഗം തിരുത്തി വന്ന ജനമെല്ലാരും ചൊല്ലുന്നു മണ്ണിലിൽ ഇങ്ങനെ ചേലുള്ള മറ്റൊരുത്തി വന്നല്ലോ കണ്ടില്ലേ കണ്ടില്ലേ കർപ്പൂരപ്പന്തലില് ചെമ്പകപ്പൂ കുമ്പിടും പെണ്ണൊരുത്തി വന്നല്ലോ കർപ്പൂരപ്പന്തലില് പുഞ്ചിരിച്ച് പുത്തനൊളി പരത്തി എന്തിനായി മന്ദമാർക്ക് ചെന്താമര കൈപ്പടം മൂടുന്നു മൈലാഞ്ചി ചൊല്ലു തൊഴി മൈലാഞ്ചി കൗവ പണ്ട് ചെയ്ത പാപം തീരാനീശോ കൽപ്പിച്ചു തന്നതി മൈലാഞ്ചി കേളു തൊഴി മൈലാഞ്ചി കണ്ടില്ലേ അന്നമ്മേ നീ എന്താടി പെങ്കൊച്ചേ കുന്തം പോലെ ചിന്തിച്ചു നിൽക്കണത് ഇല്ലമ്മേ ഒന്നുമില്ല മച്ചിയെ ചുമ്മാതങ്ങ് ചിന്തിച്ചു നിന്നതാണേ ഇങ്ങനെ ഞാൻ ചിന്തിച്ചു ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയായി. ആദ്യമായി നവദമ്പതിമാർക്ക് വാഴ്വ് നൽകുന്ന അതിസുന്ദരമായ ചടങ്ങാണ് നമ്മുടെ ഈ മണ്ഡപത്തിൽ നടക്കുവാൻ പോകുന്നത്. വാഴ്വ് പിടിക്കാനുള്ള പ്രിയപ്പെട്ട അവകാശിയെ ഈ മണ്ഡപത്തിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ അവകാശി നമ്മുടെ ഈ മണ്ഡപത്തിലേക്ക് എത്തിച്ചേർന്ന് നമ്മുടെ എല്ലാവരോടും 3 പ്രാവശ്യം അനുവാദം ചോദിച്ച് നവദമ്പതിമാരുടെ തലയിൽ കൈകൾ വെച്ച് അനുഗ്രഹിച്ച് ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്ന ചടങ്ങാണ് വാഴ്വ് നൽകുക. മക്കളും
നവദമ്പതിമാർക്ക് മധുരം അഥവാ പാലും പഴവും നൽകുകയായി. പാലും പഴവും നൽകുവാനായി ഈ അവകാശിയെ തന്നെ ഒരിക്കൽ കൂടി നമ്മുടെ ഈ മണ്ഡപത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. എല്ലാവർക്കും ചെയ്യുന്ന വിശേഷങ്ങൾ ചെയ്യുക പറവ പ്രിയമുള്ളവരെ, അടുത്ത മനോഹരമായ ചടങ്ങ് നവദമ്പതിമാർക്ക് കച്ച തഴുകുന്ന അതിസുന്ദരമായ ചടങ്ങാണ് നമ്മുടെ ഈ മണ്ഡപത്തിൽ ഇപ്പോൾ നടക്കുവാൻ പോകുന്നത്. കച്ച തഴുകുന്ന പ്രിയപ്പെട്ട അവകാശി നമ്മുടെ വധുവിന്റെ പ്രിയപ്പെട്ട അമ്മാച്ചനെ നമുക്ക് ഈ മണ്ഡപത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. പ്രിയപ്പെട്ട നമ്മുടെ അമ്മാച്ചൻ നമ്മുടെ ഈ മണ്ഡപത്തിലേക്ക് എത്തിച്ചേർന്ന് AD 345 കനാനായക്കാർക്ക് ലഭിച്ച 72 പദവികളിൽ ഒന്നായ സദസ്സിൽ തലപ്പാവണിയാം എന്ന ആ ഒരു പദവിയെ അനുസ്മരിച്ചുകൊണ്ട് തലയിൽ കനാനായക്കാരുടെ സുന്ദരമായ ഞെട്ടും പാലുമിട്ടുള്ള രാജകീയ പദവോട് കൂടിയുള്ള തലപ്പാവണിഞ്ഞ് നമ്മുടെ അമ്മാച്ചനേതാ നമ്മുടെ എല്ലാവരോടും 3 പ്രാവശ്യം അനുവാദം ചോദിച്ച് നവദമ്പതിമാർക്ക് കച്ച തഴുകുകയായി. Manawa,
അടുത്ത മനോഹരമായ ചടങ്ങ് നവദമ്പതിമാരുടെ പ്രിയപ്പെട്ട അമ്മമാർ ചേർന്ന് തങ്ങൾക്ക് ലഭിച്ച ഈ പുതിയ മക്കളെ മാലയണിയിച്ച് സ്വീകരിക്കുന്ന ഈ സുന്ദരമായ ചടങ്ങാണ് നമ്മുടെ ഈ മണ്ഡപത്തിൽ ഇപ്പോൾ നടക്കുവാൻ പോകുന്നത്. മാലയണിക്കുവാനായി പ്രിയപ്പെട്ട അമ്മമാരെ നമുക്ക് ഏറ്റവും സ്നേഹപൂർവ്വം ഈ മണ്ഡപത്തിലേക്ക് സ്വാഗതം ചെയ്യാം. കേക്ക് മുറിക്കലാണ് അടുത്ത അതിസുന്ദരമായ ചടങ്ങ്. നവദമ്പതിമാർ ഒന്ന് ചേർന്ന് കേക്ക് മുറിച്ച് ദമ്പതിമാരുടെ പ്രിയപ്പെട്ട അമ്മാച്ചന്മാർ ചേർന്ന് നമ്മുടെ ഈ മണ്ഡപത്തിലേക്ക് എത്തിച്ചേർന്ന് പരസ്പരം കൈകൾ കഴുകി കോഴിത്തുട പങ്കുവെച്ചുകൊണ്ടാണ് സുന്ദരമായി നമ്മുടെ വിവാഹ വിരുന്ന് സൽക്കാരത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിക്കുന്നത്. അതിനായി നവദമ്പതിമാരുടെ പ്രിയപ്പെട്ട അമ്മാച്ചന്മാരെ ഈ മണ്ഡപത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. Hey!
എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഞങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരുടെ കലാപരിപാടികളാണ്. കേട്ടില്ലേ കേട്ടില്ലേ എന്റെ കള്ളച്ചെറുക്കന് കല്യാണം, കേട്ടില്ലേ കല്യാണമേളം, കണ്ടില്ലേ കണ്ടില്ലേ എന്റെ എട്ടനൊരുക്കിയ സമ്മാനം, കനവിൽ കണ്ടൊരു മുത്താരം. ചുമ്മാതെ എന്നാളും കണ്ടോരാ ചൂടന്മാരാ കൊലവെറിയുള്ളോരാ തോക്കില്ലേലും കയ്യൂക്കിൻ തന്നേളം കണ്ടോടാ പടിയില്ലാത്തോരാ ഉടനടിയിട്ടോരാ കലാവക്കാര ഞങ്ങൾ വികാരമില്ല കൈകൾ കടാരകേറ്റും നോക്കാതിടം മരം ഈ ഒരു ഗതിയാന്തൂടിൽ കണ്ണിൽ പെടാതിരുന്ന കൊള്ളാം ഇടഞ്ഞൊടുക്കെ തീർന്നേക്കാ. കാർമുകിൽ മൈയെടുത്ത് നിറച്ചു വച്ചു, നല്ല വെണ്ണിലാവിൻ മന്ത്രകോടി മടക്കി വെച്ചു, നാട്ടിലാകെ മൈക്ക് വച്ച് പാടി നേരന്നു, ഇനി നാടടക്കും കല്യാണ വിളി വിളിക്കൂ. അച്ഛനമ്മ മാറു വന്നു പള്ളു വിളിച്ചാൽ ഞാൻ കർത്താവിന്റെ രൂപം ചൂണ്ടി കാട്ടിക്കൊടുക്കും. ഇനി ആരും എന്തും പറഞ്ഞോട്ടെ, ഇല്ല പെണ്ണെ ഞാൻ വിടില്ല, പൊന്നെ ഞാൻ വിടില്ല, വിടില്ല നിന്റെ പിടി വിടില്ല. ഇല്ലോ പെണ്ണെ ഞാൻ വിടില്ല, എന്നെ പിന്നെ കൊന്നാലും പൊന്നെ നിന്റെ പിടി വിടില്ല. ഇല്ല പെണ്ണെ ഞാൻ വിടില്ല, പൊന്നെ ഞാൻ വിടില്ല, വിടില്ല നിന്റെ പിടി വിടില്ല.
സ്നേഹത്തേനുണ്ടോ പെണ്ണേ? ഓഹോ കണ്ണേ എൻ കണ്ണേ നിൻ കണ്ണിൽ നീലനിലാവുണ്ടോ കണ്ണേ? It's a beautiful night. We're looking for something dumb to do. Hey baby, I think I wanna marry you. Is it the look in your eyes, or is it this dancing juice? Who cares, baby? I think I wanna marry you. Well, I know this little chapel on the boulevard we can go. No one will know. Oh, come on, girl. Who cares if we're trash? Got a pocket full of cash we can blow. Shots of Patrol, and it's on, girl. Don't say no, 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 no. Just say yeah, 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 yeah. And we'll go, 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 go. If you're ready, like I'm ready. Cause you're a sky full of stars. I'm gonna give you my heart. Cause you're a sky full of stars. Cause you light up the park. I don't care, go on and tear me apart. I don't care if you do. Cause in the sky full of stars, I think I saw you.
I wanna die in your arms. Cause you get lighter the more it gets dark. I'm gonna give you my heart. I don't care, go on and tear me apart. I don't care if you do. Cause in a sky full of stars, I think I see you. I think I see you. She's more than just a pretty face in a late night bar. More than just a pair of tight jeans sitting in your car. She's more than a last call kiss or a one night stand. Remember, boy, you weren't the first to hold her hand. She's somebody's daughter. She's somebody's everything. She's somebody's little girl, even if she's grown up and moved away. She's somebody's whole world. She's somebody's baby. And if you don't treat her right, hers won't be the only heart you're breaking. She's somebody's daughter. Her daddy bought her first car, taught her how to drive, scared her senior prom date under that porch light. Her mama wiped away the tears from my first heartbreak and said, honey, he ain't good enough for you anyway. She's somebody's daughter. She's somebody's everything. She's somebody's little girl, even if she's grown up and moved away. She's somebody's whole world. She's somebody's baby. And if you don't treat her right, hers won't be the only heart you'll break. വന്നിട്ട് കർപ്പൂര പന്തേ